ഹായ് കുഞ്ഞുങ്ങളെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ എഡിഷനായിട്ടുള്ള കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സ്ട്രക്ചർ ഓഫ് ദി ആറ്റമാണ്. അതിൽ ഞാനിപ്പോൾ ഇടാൻ പോകുന്നത് സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ പോയി കാണുക. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിച്ചത് കാഥോഡ് റേസിനെയൊക്കെ പറ്റിയാണ്. അതിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള രൂപം ഞാനിവിടെ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഫ്യൂച്ചേഴ്സ് ഓഫ് കാഥോഡ് റേസ്, അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ കാഥോഡ് റേസ് കാസ്റ്റ് ഷാഡോസ് ഓഫ് ഒപ്പീക്ക് ഒബ്ജക്റ്റ്, അതായത് ട്രാൻസ്പെറൻ്റ് അല്ലാത്ത ഒബ്ജക്റ്റിൻ്റെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അതിലൂടെ അപ്പുറം കാണാൻ പറ്റാത്തത്, അതാണ് ഒപ്പേക്ക് ഒബ്ജക്റ്റ്, അതിൻ്റെ ഷാഡോസ് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കുന്നു. മാസ് ഉണ്ട്. പിന്നെ കാഥോഡ് റേസിന് നെഗറ്റീവ് ചാർജാണ് ഉള്ളത്. അതുപോലെ തന്നെ ഡിഫ്ലക്റ്റഡ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്, അതായത് മാഗ്നറ്റിക് ഫീൽഡിൽ ഡിഫ്ലക്ഷൻ സംഭവിക്കും, അതായത് വളവ് സംഭവിക്കും. ദ പ്രോപ്പർട്ടീസ് ഓഫ് കാഥോഡ് റേസ് വിൽ നോട്ട് ചേഞ്ച് ഓൺ ചേഞ്ചിങ് ദ ഗ്യാസ് ഇൻസൈഡ് ദ ട്യൂബ് ഓർ മെറ്റൽ. ഇൻസൈഡിൽ, അതായത് ആ ട്യൂബിൽ, ഡിസ്ചാർജ് ട്യൂബിനകത്തെ ഗ്യാസ് മാറ്റിയാലോ, പല ഗ്യാസുകൾ മാറ്റിയാലോ അതുപോലെ തന്നെ മെറ്റൽ മാറ്റിയാലോ എന്ത് സംഭവിക്കില്ല, കാഥോഡ് റേസിൻ്റെ സ്വഭാവത്തിന് വ്യത്യാസം വരില്ല. അതുപോലെ തന്നെ കാഥോഡ് റേസ് എന്ന് പറയുന്നത് സ്ട്രീം ഓഫ് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിൻ്റെ ഒരു സ്ട്രീമാണ് കാഥോഡ് റേസ്. നെഗറ്റീവ് ചാർജാണ് ഇലക്ട്രോൺ. അപ്പം നെഗറ്റീവ് ചാർജിൻ്റെ ഒരു സ്ട്രീമാണ് കാഥോഡ് റേസ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ദ ഫ്യൂച്ചേഴ്സ് ഓഫ് ഇലക്ട്രോണിൻ്റെ പ്രത്യേകതകൾ. ഇലക്ട്രോൺ ഡിസ്കവേർഡ് ബൈ ജെ തോംസൺ ആണ് ഇലക്ട്രോൺ ഡിസ്കവേർഡ് ചെയ്തത്. നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ, ഇലക്ട്രോൺ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളാണ്. പാർട്ടിക്കിൾ ഹാവ് മാസ് ആൻഡ് എനർജി, ഇലക്ട്രോണിൻ്റെ പാർട്ടിക്കിളിന് മാസും എനർജിയും ഉണ്ട്. കോമൺ ടു ഓൾ സബ്സ്റ്റൻസസ്, എല്ലാ സബ്സ്റ്റൻസിലും ഉണ്ട്. ദേ ആർ സ്മാളർ ദാൻ ആറ്റംസ് ആൻഡ് പാർട്ട് ഓഫ് ആറ്റം, അപ്പോൾ ആറ്റത്തേക്കാളും ചെറുതാണ്, അതുപോലെ തന്നെ ആറ്റത്തിൻ്റെ ഒരു പാർട്ടുമാണ്. ഇത്രയാണ് ഞാൻ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തത്. ഇനി ഫസ്റ്റ് പാർട്ടിലെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൗ വാസ് ഇറ്റ് പ്രൂവ്ഡ് ദാറ്റ് ഇലക്ട്രോൺസ് ഹാവ് മാസ്? കാഥോഡ് റേസ് കാസ്റ്റ് ഷാഡോസ് ഓഫ് ഒപ്പേക്ക് ഒബ്ജക്ട്സ് പ്ലേസ്ഡ് ഇൻ ദെയർ പാത്ത്. വാട്ട് ക്യാൻ ബി ഇൻഫേർഡ് ഫ്രം ദിസ്? ഈ 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ, എ സ്മാൾ പാഡിൽ വീൽ ഈസ് പ്ലേസ്ഡ് ഇൻ ദി പാത്ത് ഓഫ് കാഥോഡ് റേസ്. ഇറ്റ് റൊട്ടേറ്റ്സ്. Thus we can understand that particles in the cathode rays have mass. Second questionൻ്റെ ആൻസർ, കാഥോഡ് റേസ് ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പ്രോട്ടോൺ. ഇൻ 1886 യൂഗൻ ഗോഡ്സ്റ്റെയിൻ, ദ ജർമ്മൻ സയൻറ്റിസ്റ്റ്, കണ്ടക്റ്റഡ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്സ് വിത്ത് പെർഫറേറ്റഡ് കാഥോഡ് ആൻഡ് ഹി ഡിസ്കവേർഡ് റേസ് നോൺ ആസ് കനാൽ റേസ്. ഇൻ 1886 യൂഗൻ ഗോഡ്സ്റ്റെയിൻ, ജർമ്മൻ സയൻറ്റിസ്റ്റാണ്, കണ്ടക്റ്റഡ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്സ്, നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ അത് ഗ്ലാസ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്സ്. ഇലക്ട്രോൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തൊരു ട്യൂബ് ഉണ്ടല്ലോ, ആ സെയിം ട്യൂബ് വിത്ത് പെർഫറേറ്റഡ് കാഥോഡ് എന്ന് വെച്ചാൽ സുഷിരങ്ങളുള്ള കാഥോഡ്. ആൻഡ് ഹി ഡിസ്കവേർഡ് റേസ് നോൺ ആസ് കനാൽ റേസ്. അങ്ങനെ ഈ പെർഫറേറ്റഡ് കാഥോഡ് വെച്ചിട്ടുള്ള ഡിസ്ചാർജ് ട്യൂബിലെ പരീക്ഷണം മൂലം അദ്ദേഹം ഒരു പ്രകാശരശ്മി കണ്ടുപിടിച്ചു. അത് കനാൽ റേസ് എന്ന് അറിയപ്പെട്ടു. ആസ് ദേ ഒറിജിനേറ്റഡ് ഫ്രം ദ മെറ്റൽ പ്ലേസ്ഡ് അറ്റ് ദ പോസിറ്റീവ് സൈഡിൽ നിന്നായിരുന്നു ഈ രശ്മി ഒറിജിനേറ്റ് ചെയ്തത്. ദേ വെയർ നോൺ ആസ് ആനോഡ് റേസ്, അതുകൊണ്ട് തന്നെ അതിനെ ആനോഡ് റേസ് എന്നറിയപ്പെട്ടു. ഹി സ്റ്റഡീഡ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദീസ് റേസ്, അദ്ദേഹം ഇതിൻ്റെ സ്വഭാവത്തെപ്പറ്റി പഠിച്ചു. ആൻഡ് ഐഡൻറ്റിഫൈഡ് ദ പ്രസൻസ് ഓഫ് പോസിറ്റീവ് ചാർജ് ഇൻ ദം, അങ്ങനെ അതിനകത്ത് ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. ദ ബിഹേവിയർ ഓഫ് ദീസ് കനാൽ റേസ് വേരിഡ് വിത്ത് ദ നേച്ചർ ഓഫ് ഗ്യാസസ് ടേക്കൺ ഇൻ ദ ഡിസ്ചാർജ് ട്യൂബ്. ഏത് ഗ്യാസാണോ ആ ഡിസ്ചാർജ് ട്യൂബിൽ നിറയ്ക്കുന്നത് അതിനനുസരിച്ച് ഈ കനാൽ റേസിൻ്റെ ബിഹേവിയർ, സ്വഭാവത്തിന് വ്യത്യാസം വന്നു. അപ്പം നമ്മൾ ഇലക്ട്രോണിനെ പറ്റി പഠിച്ചപ്പോൾ അതിനകത്ത് പറഞ്ഞു, ഈ ഏത് ഗ്യാസാണോ ഡിസ്ചാർജ് ട്യൂബിനകത്ത് നിറയ്ക്കുന്നതിനനുസരിച്ച് അതിന് സ്വഭാവത്തിന് വ്യത്യാസം വരുന്നില്ല എന്ന് പഠിച്ചു, പ്രോപ്പർട്ടിക്ക് വ്യത്യാസം വരുന്നില്ലെന്ന്. ദ സ്മാളസ്റ്റ് ആൻഡ് ലൈറ്റസ്റ്റ് പോസിറ്റീവ് പാർട്ടിക്കിൾസ് ഇൻ ദ കനാൽ റേസ് വെയർ ഒബ്റ്റെയിൻഡ് വെൻ ദ ഡിസ്ചാർജ് ട്യൂബ് വാസ് ഫിൽഡ് വിത്ത് ഹൈഡ്രജൻ. ആ ഡിസ്ചാർജ് ട്യൂബിനകത്ത് ഹൈഡ്രജൻ നിറച്ചപ്പോൾ ദ സ്മാളസ്റ്റ് ആൻഡ് ലൈറ്റസ്റ്റ് പോസിറ്റീവ് പാർട്ടിക്കിൾസ് ഇൻ ദി കനാൽ റേസ് വെയർ ഒബ്റ്റെയിൻഡ്, കനാൽ റേസിലുള്ള സ്മാളസ്റ്റും അതുപോലെ തന്നെ ലൈറ്റസ്റ്റ് പോസിറ്റീവ് പാർട്ടിക്കിൾസ് ഒബ്സർവ് ചെയ്തു. ഇറ്റ് വാസ് ഏണസ്റ്റ് റുദർഫോർഡ് ഹു ഡിസ്കവേർഡ് ദാറ്റ് ദിസ് വാസ് ദ സബ് അറ്റോമിക് പാർട്ടിക്കിൾ. ഏണസ്റ്റ് റുദർഫോർഡ് എന്ന് പറഞ്ഞാൽ ഒരു സയൻറ്റിസ്റ്റാണ് ഇത്
സബ് അറ്റോമിക് പാർട്ടിക്കിളാണെന്നും അതുപോലെ തന്നെ അതിന് പ്രോട്ടോൺ എന്ന് പേരിട്ടത്. അപ്പോൾ ഇലക്ട്രോണിന് ആരാണ്? ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ്. പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ദി ആറ്റംസ്. പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ദി ആറ്റംസ് കൊണ്ടുവന്നത് ജെ തോംസൺ ആണ്. അദ്ദേഹമാണ് ഈ ആറ്റത്തിൻ്റെ ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയത്. ജെ തോംസൺ പ്രൊപ്പോസ്ഡ് ഹിസ് plum pudding model when the presence of negative particles were identified in them. അദ്ദേഹം ഈ ഒരു നെഗറ്റീവ് പാർട്ടിക്കിൾസ് ഈ ആറ്റത്തിൽ നിന്നും ഐഡൻറ്റിഫൈ ചെയ്തത് ജെ തോംസൺ ആണെന്ന് നമ്മൾ പഠിച്ചു. അതായത് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. അതിനുശേഷം അദ്ദേഹം ഈ നെഗറ്റീവ് ആറ്റം ഇതിനകത്ത് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഈ പ്ലം പുഡിംഗ് മോഡൽ കൊണ്ടുവന്നത്. അക്കോർഡിംഗ് ടു ദിസ് മോഡൽ, ഈ മോഡൽ പ്രകാരം നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് ആർ എംബഡേഡ് ഇൻ ദ പോസിറ്റീവ്ലി ചാർജ്ഡ് സ്ഫിയർ. അദ്ദേഹം പറയുന്നത് ആറ്റം എന്ന് പറയുന്നത് ഒരു ക്ലൗഡ് പോലെ, പോസിറ്റീവ് ചാർജിൻ്റെ ഒരു ക്ലൗഡ് പോലെയാണ്. അതിനകത്ത് അവിടെയായിട്ട് നെഗറ്റീവ് ചാർജ് എംബഡേഡ് ചെയ്തിരിക്കുന്നു. എംബഡേഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ വെതറിയിട്ടിരിക്കുന്നു. ഈ പ്ലമ്മിന്, അതായത് കേക്ക്, എക്സാമ്പിൾ ഈ കേക്കിനകത്ത് നമ്മൾ ഈ കിസ്മിസും അതുപോലെ തന്നെ കാഷ്യൂ ഒക്കെ ഇങ്ങനെ വെതറിയിട്ടേക്കുന്നത് പോലെ, അതാണ് പ്ലം പുഡിങ്. അപ്പം നെഗറ്റീവ് ചാർജ് ഇങ്ങനെ അവിടെയായിട്ട് വെതറിയിട്ടിരിക്കുന്നു. ദ ടോട്ടൽ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഇൻ ദ സ്ഫിയർ വിൽ ബി ഈക്വൽ. അദ്ദേഹം പറയുന്നത് നെഗറ്റീവ് ചാർജും അതുപോലെ തന്നെ പോസിറ്റീവ് ചാർജും ഈക്വൽ ആണെന്ന്. അതെങ്ങനെയാണ് അദ്ദേഹം ആറ്റത്തിൻ്റെ സ്ട്രക്ചർ അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണെന്ന്. സോ ആൻ ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. അതായത് അതുകൊണ്ട് തന്നെ ഈക്വൽ ആയതുകൊണ്ട്, അതായത് 5 പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ 5 നെഗറ്റീവ് ചാർജാണുള്ളത്. അപ്പോൾ 10 പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ 10 നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പോൾ ഈ 5 പോസിറ്റീവ് ചാർജും ഈ 5 നെഗറ്റീവ് ചാർജും തമ്മിൽ ക്യാൻസലായി പോകുമ്പം ആറ്റത്തിന് ചാർജ് ഇല്ല. ആറ്റം എങ്ങനെയാവും? ഇലക്ട്രിക്കലി ന്യൂട്രൽ ആവും. ബട്ട് തോംസൺ മോഡൽ ഫെയിൽഡ് ടു എക്സ്പ്ലെയിൻ ദ റിസൾട്ട് ഓഫ് സെവറൽ എക്സ്പെരിമെൻറ്റ്സ്. എന്നാൽ ഈ ഒരു മോഡലിന് പല എക്സ്പെരിമെൻറ്റും തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഹെൻസ് ദിസ് മോഡൽ വാസ് റിജക്റ്റഡ്. അതുകൊണ്ട് തന്നെ ഈ മോഡൽ റിജക്റ്റ് ചെയ്തു. നെക്സ്റ്റ് പഠിക്കാനുള്ളത് റേഡിയോ ആക്ടിവിറ്റി. റേഡിയോ ആക്ടിവിറ്റി ഈസ് എ ഫിനോമിന ഇൻ വിച്ച് സർട്ടൻ എലമെൻറ്റ്സ് ലൈക്ക് യുറാനിയം ആൻഡ് തോറിയം എമിറ്റ് റേഡിയേഷൻ ഓൺ ദെയർ ഓൺ. അതായത് എലമെൻറ്റ്സ് ആയിട്ടുള്ള യുറാനിയം, തോറിയം പോലുള്ള എലമെൻറ്റ്സുകൾ അത് സ്വന്തമായിട്ട് തന്നെ റേഡിയേഷൻസ് പുറപ്പെടുവിക്കാറുണ്ട്. ഇങ്ങനെ റേഡിയേഷൻസ് പുറപ്പെടുവിക്കുന്ന ആ ഒരു പ്രതിഭാസത്തെയാണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ ഹെൻറി ബിക്വറൽ ഇൻ 1896. ഹെൻറി ബിക്വറലാണ് ഇത് കണ്ടുപിടിച്ചത്. മെയിൻലി 3 ടൈപ്പ് ഓഫ് റേഡിയേഷൻസ് ആർ എമിറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് റേഡിയോ ആക്ടിവിറ്റി. റേഡിയോ ആക്ടിവിറ്റിയുടെ ഫലമായിട്ട് 3 തരത്തിലുള്ള റേഡിയേഷൻസ് ആണ് പുറപ്പെടുവിക്കുന്നത്. ദേ ആർ ആൽഫ. ഒന്ന് ആൽഫ റേസ് വിത്ത് പോസിറ്റീവ് ചാർജ് ആൻഡ് മാസ്. ബീറ്റ അതിന് നെഗറ്റീവ് ചാർജാണ്. പിന്നെ ഗാമയ്ക്ക് നോ ചാർജ് ആൻഡ് നോ മാസ്. ചാർജും ഇല്ല, മാസും ഇല്ല. ഏതിനാണ്? ഗാമയ്ക്ക്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് റുദർഫോർഡ്സ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്. അതായത് ഗോൾഡ് ഫോയിലിൽ അദ്ദേഹം നടത്തിയ എക്സ്പെരിമെൻറ്റ്. ഇൻ 1911 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഏണസ്റ്റ് റുദർഫോർഡ്, ഹാൻസ് ഗെയ്ഗർ ആൻഡ് ഏണസ്റ്റ് മാർസൺ കണ്ടക്റ്റഡ് എക്സ്പെരിമെൻറ്റ് ബൈ ബോംബാർഡിംഗ് ആൽഫ റേസ് ഓൺ എ വെരി തിൻ ഗോൾഡ് ഫോയിൽ. 1911 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഏണസ്റ്റ് റുദർഫോർഡിൻ്റെ ലീഡർഷിപ്പിലും അതുതന്നെ ഹാൻസ് ഗെയ്ഗറും ഏണസ്റ്റ് മാർസണും എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തു. എങ്ങനെയാണ്? ബൈ ബോംബാർഡിംഗ് ആൽഫ റേസ് ഓൺ എ വെരി തിൻ ഗോൾഡ് ഷീറ്റ്. ബോംബാർഡിംഗ് എന്ന് വെച്ചാൽ കടത്തിവിട്ട്. എന്തുവാണ്? ആൽഫ റേസ്, പോസിറ്റീവ് ചാർജ് കടത്തിവിട്ട്. എന്തിൽ? തിൻ ഗോൾഡ് ഫോയിലിൽ. ഇവിടെ തിൻ ഗോൾഡ് ഫോയിൽ എടുക്കാനുള്ള കാരണമെന്ന് വെച്ചാൽ ഗോൾഡ് എന്ന് പറയുന്നത് ഒരു മാല്യബിൾ ആയിട്ടുള്ളൊരു മെറ്റലാണ്. നമ്മൾ 8th പഠിച്ചിട്ടുണ്ട്. മാല്യബിൾ മെറ്റൽ എന്ന് പറഞ്ഞാൽ അടിച്ച് പരത്തി ഷീറ്റുകളുടെ രൂപത്തിലാക്കാൻ ഇതിന് സാധിക്കും. ഏറ്റവും തിന്നായിട്ടുള്ള ഷീറ്റാണ് അവർ ഇതിനു വേണ്ടി ഉപയോഗിച്ചത്, ഗോൾഡിൻ്റെ. അതുപോലെ തന്നെ ഈ തിൻ ഷീറ്റ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഓരോ ആറ്റമായിട്ട് എങ്ങനെ പ്രതികരിക്കും, ഇതിൽ ആൽഫ റേസ് വന്ന് പതിക്കുമ്പോൾ ഈ ഗോൾഡിലുള്ള ഓരോ ആറ്റവും എങ്ങനെ പ്രതികരിക്കും എന്നറിയാനാണ് ഇവർ തിന്നായിട്ടുള്ള ഗോൾഡ് ഫോയിൽ തിരഞ്ഞെടുത്തത്. ഗോൾഡ് തിരഞ്ഞെടുത്തതിനുള്ള കാരണം തിൻ രൂപത്തിൽ അടിച്ച് പരത്തി എടുക്കാൻ പറ്റുന്ന ഒരു മെറ്റൽ ആയതുകൊണ്ടാണ് അവർ ഗോൾഡ് ഫോയിൽ തിരഞ്ഞെടുത്തത്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. തിൻ ഷീറ്റ് ആകുമ്പം അതിനകത്ത് ഓരോ ആറ്റവും വന്ന് പതിച്ച് എങ്ങനെ പ്രതികരിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. റുദർഫോർഡ് ബോംബാർഡഡ് എ വെരി തിൻ gold foil with the alpha rays which originated from radioactive substances and tried to find out the
ഡിഫ്ലക്ഷൻ ദാറ്റ് ഒക്കോഡ് ഇൻ ദെയർ പാത്ത്. അതായത് റുദർഫോർഡ് ഞാൻ തിൻ ഷീറ്റിൽ ആൽഫ റേസ് പതിപ്പിച്ചെന്ന് നമ്മൾ പറഞ്ഞു. വിച്ച് ഒറിജിനേറ്റഡ് ഫ്രം റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ്. താണ്ട ആ പിക്ചറിൽ ഞാൻ അടയാളപ്പെടുത്തിയിട്ടില്ല, അതാണ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ്. ആൻഡ് ട്രൈഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഡിഫ്ലക്ഷൻ ദാറ്റ് ഒക്കോഡ് ഇൻ ദെയർ പാത്ത്. അതായത് ആ പോകുന്ന അതിലെ വികിരണങ്ങൾ പോകുമല്ലോ, ആൽഫ റേസ് പോകുമല്ലോ, ആ ആൽഫ റേസിൻ്റെ അതായത് ഡിഫ്ലേഷൻ ഒക്കോഡ് അതിൻ്റെ വഴിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമോ, അതായത് ആ ആൽഫ റേസ് പോകുന്ന വഴിയിൽ അതിൽ തട്ടി തിരിഞ്ഞു പോകുമോ, ഡിഫ്ലേഷൻ ദാറ്റ് ഒക്കോഡ് ഇൻ ദെയർ പാത്ത് അതിൻ്റെ വഴിയിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ അദ്ദേഹം ഒബ്സർവ് ചെയ്ത്. ദ ആൽഫ പാർട്ടിക്കിൾസ് വിച്ച് പാസസ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ വെയർ മെയ്ഡ് ടു സ്ട്രൈക്ക് ഓൺ ദ ഫോട്ടോഗ്രാഫിക് ഫിലിം അറേഞ്ച്ഡ് അറൗണ്ട് ഇട്ട്. ദാണ്ട് ബ്ലൂ കളറിൽ ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിം ദാണ്ട് അതിനെ ചുറ്റും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതെന്തിനാണ് ഒരു സർക്കുലറായിട്ട് ഇതെന്തിനാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ ഗോൾഡ് ഷീറ്റിൽ ഈ ആൽഫ കിരണം വന്ന് തട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നറിയാനാണ്, ഇത് എങ്ങോട്ട് തെറിച്ചു പോകുമെന്നറിയാനാണ്. ആൽഫ പാർട്ടിക്കിൾ ഇതിനകത്ത് വന്ന് തട്ടുമ്പോൾ ഈ ഫിലിമിനകത്ത് ഈ ഗോൾഡ് ഫോയിൽ വന്ന് തട്ടി ഈ ഫിലിമിനകത്ത് തട്ടുമ്പോൾ ആ തട്ടുന്ന ഭാഗം ഡാർക്ക് കളറിലിരിക്കും. അപ്പോൾ ആ ആൽഫ പാർട്ടിക്കിൾ എങ്ങോട്ട് പോയി എന്ന് തിരിച്ചറിയാൻ സാധിക്കും, അതിന് എന്ത് സംഭവിച്ചെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതിനാണ് ഈ ഫിലിം ഇതിനു ചുറ്റും വെച്ചിരിക്കുന്നത്. ദി ആൽഫ പാർട്ടിക്കിൾസ് വിച്ച് പാസ്ഡ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ വെയർ മെയ്ഡ് ടു സ്ട്രൈക്ക് ഓൺ ദ ഫോട്ടോഗ്രാഫിക് ഫിലിം അറേഞ്ച്ഡ് എറൗണ്ട് ഇറ്റ്. അതായത് ആൽഫ പാർട്ടിക്കിൾസ് വിച്ച് പാസസ് ത്രൂ ദ ഗോൾഡ് ഫോയിലൂടെ പോകുന്ന ആൽഫ പാർട്ടിക്കിൾസ് വെയർ മെയ്ഡ് ടു സ്ട്രൈക്ക് ഓൺ ദ ഫോട്ടോഗ്രാഫിക് ഫിലിം. ഈ ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ സ്ട്രൈക്ക് ചെയ്യും, വന്ന് തട്ടും. ഇതിനു ചുറ്റും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഗോൾഡ് ഫോയിലിന് ചുറ്റും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന. അപ്പോൾ ഹീ മെയ്ഡ് ദി ഫോളോയിങ് ഒബ്സർവേഷൻ. അതിൽ നിന്ന് അദ്ദേഹം ഈ താഴെ പറയുന്ന അനുമാനങ്ങളിലെത്തി. ഫസ്റ്റ്, മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ ആൻഡ് ഡിഫ്ലക്റ്റഡ്. അതാണ്ട് മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസിന് എന്ത് സംഭവിച്ചു, പാസ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ അൺഡിഫ്ലക്റ്റഡ്. ഈ ഗോൾഡ് ഫോയിലൂടെ തന്നെ പുറത്ത് നേരെ സ്ട്രെയിറ്റ് ലൈനിൽ പോയി ഈ ഫിലിമിൽ വന്ന് തട്ടി. അത് അൺഡിഫ്ലക്റ്റഡ്, ഒരു തടസ്സവും കൂടാതെ. സം ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് ഡിഫ്ലക്റ്റഡ് ബൈ എ സ്മാൾ ആംഗിൾ ഫ്രം ദ സ്ട്രെയിറ്റ് ലൈൻ വെൻ ദേ ഹിറ്റ് ഓൺ ദ ഗോൾഡ് ഫോയിൽ. ചില ആൽഫ പാർട്ടിക്കിൾസിന് എന്ത് സംഭവിച്ചു, ഈ ഗോൾഡ് ഫോയിലിൽ ഹിറ്റ് ചെയ്തിട്ട് ഒരു ചെറിയ ആംഗിളിൽ ചെറിയൊരു വളവോടുകൂടി ഈ ഫിലിമിൽ വന്ന് തട്ടി. അടുത്തത്, എ വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾ, കുറച്ച് ആൽഫ പാർട്ടിക്കിളിന് എന്ത് സംഭവിച്ചു, ബൗൺസ്ഡ് ബാക്ക്, തട്ടിയിട്ട് തിരിച്ചു വന്നു. ഡിഫ്ലക്റ്റഡ് ബൈ 180 ഡിഗ്രിയിൽ 180 ഡിഗ്രിയിൽ തന്നെ അത് തിരിച്ചു വന്നു. 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇതുപോലെ, ഇതിനാണ് 180 ഡിഗ്രി എന്ന് പറയുന്നത്. ഈ ഗോൾഡ് ഫോയിൽ തിൻ ആക്കിയത് കൊണ്ട് മാത്രമാണ് ഓരോ ആറ്റവുമായിട്ട് ആൽഫ പാർട്ടിക്കിൾസ് എങ്ങനെ റിയാക്ട് ചെയ്തെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഈ റൗണ്ടിൽ ഈ ഫോട്ടോഗ്രാഫിക് ഫിലിം വെച്ചത് തന്നെ ഈ ഇതിൽ വന്ന് ഹിറ്റ് ചെയ്തിട്ട് ഈ ആൽഫ പാർട്ടിക്കിൾസ് അതിൽ വന്ന് ഹിറ്റ് ചെയ്തിട്ട് നേരെ എവിടെ പതിക്കും, ഈ ഫിലിമിൽ പതിക്കും. ഈ ഫിലിമിൽ പതിക്കുമ്പോൾ ആ പതിക്കുന്ന ഭാഗം ഡാർക്ക് കളറിലിരിക്കും. അങ്ങനെയാണത് മനസ്സിലാവുന്നത് ഇത് ഏത് രീതിയിലാണ് ഹിറ്റ് ചെയ്ത് തിരിച്ചു വന്നതെന്നും പോയതെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹി അറൈവ്ഡ് അറ്റ് ദ ഫോളോയിങ് അസംഷൻസ് ഫ്രം ദീസ് ഒബ്സർവേഷൻ. ഈ ഒബ്സർവേഷൻ പ്രകാരം അദ്ദേഹം കുറച്ച് അനുമാനങ്ങളിൽ എത്തിച്ചേർന്നു. Majority of the alpha particles passed through the foil undeflected since most part of the atom was empty. അതായത് മെജോറിറ്റി ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ കൂടുതലും ആൽഫ പാർട്ടിക്കിൾസും പാസ്ഡ് ത്രൂ ദ ഫോയിലിനകത്തൂടി കടന്നുപോയി, ഒരു വളവോ ചരിവോ ഒന്നുമില്ലാതെ. സിൻസ് മോസ്റ്റ് പാർട്ട് ഓഫ് ദി ആറ്റം വാസ്, അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള മോസ്റ്റ് പാർട്ടും എം ടി ആണ്, അതുകൊണ്ടാണ് അതിനകത്തൂടിത് പോയത്. ഈ പിക്ചറിൽ കണ്ടില്ലേ ഇതുപോലെ പോയത്. സം ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് ഗോട്ട് ഡിഫ്ലക്റ്റഡ് ബൈ എ സ്മാൾ ആംഗിൾ, അതായത് ചെറിയൊരു ആംഗിളിൽ ഡിഫ്ലക്റ്റ് ആയി ഡ്യൂ ടു ദി റിപ്പൽഷൻ കാസ്ഡ് വെൻ ദേ പാസ്ഡ് ബൈ ദ പോസിറ്റീവ്ലി ചാർജ് റീജിയൻ ഇൻസൈഡ് ദി ആറ്റം. അതായത് റിപ്പൽഷൻ എന്ന് വെച്ചാൽ എന്താണ്, ആ പോസിറ്റീവാണ് ആൽഫ പാർട്ടിക്കിൾസ് നമുക്കറിയാം. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ആൽഫ പാർട്ടിക്കിൾസിൽ ഇത് തട്ടുമ്പോൾ ഒരു റിപ്പൽഷൻ സംഭവിക്കും. അപ്പം സ്മാൾ ആംഗിൾസിൽ ഡ്യൂ ടു ദ റിപ്പൽഷൻ കാസ്ഡ് ബൈ വെൻ ദേ പാസ്ഡ് ബൈ ദ പോസിറ്റീവ്ലി ചാർജ് റീജിയൻ ഇൻസൈഡ് ദി ആറ്റംസ്. അതായത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആ
റീജിയനിലൂടെ കടന്നു പോകുമ്പോൾ പോസിറ്റീവ് റേ ആയതുകൊണ്ട് അതിന് ചെറിയൊരു റിപ്പൽഷൻ സംഭവിക്കും. നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചു, ഡിസ്ചാർജ് ട്യൂബിൽ കൂടി നമ്മൾ നെഗറ്റീവ് ചാർജ് കടത്തി വിട്ടപ്പോൾ അത് പോസിറ്റീവ് ചാർജിലോട്ടാണ് അട്രാക്റ്റ് ആയതെന്ന് നമ്മൾ അത് അടുത്ത ക്ലാസ്സിൽ തന്നെ മാഗ്നറ്റിസത്തിൽ നമ്മൾ പഠിച്ചതാണ്. നെഗറ്റീവ് ചാർജിലോട്ട് കടന്നത് റിപ്പൽഷൻ സംഭവിക്കും. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ മാത്രമേ അട്രാക്ഷൻ സംഭവിക്കത്തുള്ളൂ. അപ്പം റിപ്പൽഷൻ അവിടെ ഒരു ചെറിയ ഒരു സം ഓഫ് ദി കുറച്ച് മാത്രം ആൽഫ പാർട്ടിക്കിൾസിന് എന്ത് സംഭവിച്ചു? റിപ്പൽഷൻ സംഭവിച്ചു. അപ്പോൾ റിപ്പൽഷൻ സംഭവിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ആ ഭാഗം പോസിറ്റീവ്ലി ചാർജ്ഡ് ഭാഗമാണെന്ന്. അതുകൊണ്ടായിരിക്കുമല്ലോ അവിടെ റിപ്പൽഷൻ സംഭവിച്ചത്. അപ്പോൾ അവർക്ക് എന്ത് മനസ്സിലായി? ഇതിനകത്ത്, ഈ ആറ്റത്തിനകത്ത് പോസിറ്റീവ്ലി ചാർജ്ഡ് റീജിയൻ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. The entire positive charge of an atom is concentrated in very small volume at the center of the atom. അതായത് എൻ്റെലി പോസിറ്റീവ് ചാർജ്, ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്? അതിൻ്റെ നടുക്ക് ഭാഗത്താണ് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി. ദിസ് സെൻറ്റർ ഈസ് എക്സ്ട്രീംലി സ്മാൾ, കുറച്ച് ഭാഗത്ത്. വെൻ കമ്പയർഡ് ടു ദ സൈസ് ഓഫ് ദി ആറ്റം, ആറ്റത്തിൻ്റെ സൈസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് പോസിറ്റീവ് ചാർജ് ഉള്ളതെന്ന് അവർക്ക് മനസ്സിലായി. ഇത് ആൽഫ പാർട്ടിക്കിൾസ് വിച്ച് ബൗൺസ് ബാക്ക്, അവിടെ വെച്ചിട്ടാണ് അത് തിരിച്ച് അതുപോലെ 180 ഡിഗ്രി തന്നെ അത് ബൗൺസ് ബാക്ക് ആയിട്ട് തിരിച്ചു വന്നു. അതായത് തിരിച്ച് അതുപോലെ തന്നെ തിരിച്ചു വന്നു. അപ്പം അത് കുറച്ച് കിരണങ്ങൾ മാത്രമാണ് തിരിച്ചു വന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലായി അത് പോസിറ്റീവ് ചാർജ് ഉള്ള ഭാഗമാണെന്ന് മനസ്സിലായി. അതിൻ്റെ സെൻറ്ററിൽ തട്ടിയപ്പോൾ അതിനെന്ത് സംഭവിച്ചു? അതുപോലെ തന്നെ ബൗൺസ് ബാക്ക്, അതുപോലെ തന്നെ തിരിച്ചു വന്നു. അപ്പോൾ എന്ത് മനസ്സിലായി? അതിൻ്റെ സെൻറ്ററിലാണ് പോസിറ്റീവ് ചാർജ് ഇരിക്കുന്നതെന്ന് മനസ്സിലായി. ആൽഫ പാർട്ടിക്കിൾസ് വിച്ച് ബൗൺസ് ബാക്ക് വേർ ദോസ് ദാറ്റ് വേർ ഡയറക്ട്ലി ടു ദി സെൻറ്റർ. അതായത് സെൻറ്ററിൽ തട്ടിയപ്പോഴാണ് അതിനെന്ത് സംഭവിച്ചത്? അതുപോലെ തന്നെ തിരിച്ചു വന്നത്. അപ്പോൾ അവിടെ പോസിറ്റീവ് ചാർജാണെന്ന് അവർക്ക് മനസ്സിലായി. ഹീ കാൾഡ് ദിസ് സെൻറ്റർ ന്യൂക്ലിയസ്. അദ്ദേഹം ഈ പോസിറ്റീവ് ചാർജ് ഇരിക്കുന്ന ആ ഭാഗത്തെ അദ്ദേഹം അത് സെൻറ്റർ ആണെന്നും അത് ന്യൂക്ലിയസ് എന്നും വിളിച്ചു. നെക്സ്റ്റ്, റുദർഫോർഡ് ആറ്റം മോഡൽ ക്യാൻ ബി ബ്രീഫ് ആസ് ഫോളോസ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ റുദർഫോർഡിൻ്റെ ആ ഒരു പരീക്ഷണങ്ങൾക്ക് ശേഷം ആ ഒരു ചെറിയൊരു ബ്രീഫായിട്ട് നമുക്ക് പറയാം. അദ്ദേഹം ഇങ്ങനെയാണ് ആറ്റം മോഡലിനെ ബ്രീഫ് ചെയ്തത്. ആറ്റം ഹാസ് എ സെൻറ്റർ കാൾഡ് ന്യൂക്ലിയസ്. ആറ്റത്തിനൊരു സെൻറ്റർ ഉണ്ട്, അതിന് ന്യൂക്ലിയസ് എന്നറിയപ്പെട്ടു. ദ സൈസ് ഓഫ് ദി ന്യൂക്ലിയസ് എക്സ്ട്രീംലി സ്മാൾ. വളരെ ചെറുതാണ് ന്യൂക്ലിയസ്, വളരെ ചെറുതാണ്. കാരണം വളരെ ചെറിയ കിരണങ്ങൾ മാത്രമേ ബൗൺസ് ബാക്ക് ചെയ്ത് വന്നുള്ളൂ. വെൻ കമ്പയർഡ് ടു ദ സൈസ് ഓഫ് ആൻ ആറ്റം, ആറ്റവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ദ എൻ്റയർ പോസിറ്റീവ് ചാർജ് ആൻഡ് മോസ്റ്റ് ഓഫ് ദി മാസ് ഓഫ് ദി ആറ്റം ആർ കോൺസെൻട്രേറ്റഡ് ഇൻ ദ ന്യൂക്ലിയസ്. ദ എൻ്റയർ പോസിറ്റീവ് ചാർജ് മുഴുവനും ആൻഡ് മോസ്റ്റ് ഓഫ് ദി മാസ് ഓഫ് ദി ആറ്റം, ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നതും എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്? ന്യൂക്ലിയസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇലക്ട്രോൺസ് റിവോൾവ് വെരി ഫാസ്റ്റ് അറൗണ്ട് ദ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നു ഇലക്ട്രോൺസ് ഇൻ എ സർക്കുലർ പാത്ത്. ഇത് ഓർബിറ്റ് എന്ന് അറിയാലോ നമുക്ക്, സൗരയൂഥത്തിൻ്റെത്. അതായത് സൂര്യന് ചുറ്റും ഭൂമി അങ്ങനെ ഉള്ള ഗ്രഹങ്ങൾ കറങ്ങുന്നത് അറിയാലോ, അതുപോലെയാണ് ഇതിന് ചുറ്റും കറങ്ങുന്നത്, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ കറങ്ങുന്നതെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. ദിസ് മോഡൽ ഈസ് നോൺ ആസ് ദി പ്ലാനറ്ററി മോഡൽ ഓഫ് ആൻ ആറ്റം. ഇതിന് ഈ റുദർഫോർഡിൻ്റെ ആറ്റം മോഡലിനെ എന്തെന്നറിയപ്പെട്ടു? പ്ലാനറ്ററി മോഡൽ ഓഫ് ആൻ ആറ്റം എന്നറിയപ്പെട്ടു. ജെ തോംസൻ്റെ ആണെങ്കിലോ ആറ്റം മോഡലിനെ പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആൻ ആറ്റം എന്നാണ് അറിയപ്പെട്ടത്. നെക്സ്റ്റ് നമ്മൾക്ക് പഠിക്കാനുള്ളത് ലിമിറ്റേഷൻസ് ഓഫ് റുദർഫോർഡ്സ് ആറ്റം മോഡൽ. റുദർഫോർഡിൻ്റെ ആറ്റം മോഡൽസിനും ലിമിറ്റേഷൻസുകൾ ഉണ്ടായിരുന്നു, പരിമിതികളുണ്ടായിരുന്നു. അക്കോർഡിംഗ് ടു ദ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി പ്രകാരം എ ചാർജ്ഡ് ബോഡി ഇൻ മോഷൻ ഷുഡ് കണ്ടിന്യൂസ്ലി എമിറ്റ് എനർജി. ഒരു ചാർജ്ഡ് ബോഡിക്ക് എന്ത് സംഭവിക്കും? ഷുഡ് ഇൻ മോഷൻ, അതൊരു മോഷനിലായിരിക്കുമ്പോൾ, ഇത് നമ്മൾ പറഞ്ഞു ഇലക്ട്രോണ് അതായത് ഈ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നു, അപ്പോൾ അത് മോഷനിലാണ്. അപ്പോൾ അതിനെന്താണ്? കണ്ടിന്യൂസ്ലി എമിറ്റ് എനർജി എമിറ്റ് ചെയ്യും. ഹെൻസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺ റിവോൾവിങ് എറൗണ്ട് ദ ന്യൂക്ലിയസ് ഷുഡ് കണ്ടിന്യൂസ്ലി ലൂസ് എനർജി. അതുകൊണ്ട് തന്നെ ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺ റിവോൾവിങ് എറൗണ്ട് ദ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ അതിന് കണ്ടിന്യൂസ്ലി ലൂസ് എനർജി നഷ്ടപ്പെടാൻ തുടങ്ങും. ആൻഡ് കൊളാപ്സ് ഇൻ ടു ദ ന്യൂക്ലിയസിനകത്ത് കൊളാപ്സ് ആയിട്ട് വീഴും. ബട്ട് ദിസ് ഡസ് നോട്ട് ഹാപ്പൻ. എന്നാൽ ഇതിനത് സംഭവിക്കുന്നില്ല. കാരണം ഒരു പേനയാവട്ടെ, അതെല്ലാം ആറ്റം കൊണ്ടാണ് നിർമ്മിച്ചതെന്നും നമുക്കറിയാം. എന്ത് സാധനം, നമ്മൾ തല ചീകുന്ന ഒരു ചീപ്പാവട്ടെ, എന്തും ആറ്റം കൊണ്ടാണ് നിർമ്മിച്ചതെന്ന് നമുക്കറിയാം. അപ്പോൾ അതിന് ചാർജ് ഉണ്ടെങ്കിൽ അതിങ്ങനെ ഒന്നിനോട് നമ്മൾ എന്തിനോടെങ്കിലും അട്രാക്റ്റ് ആവുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതിന് ചാർജ് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിന് എന്താണ് അപ്പോൾ ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺ റിവോൾവിങ് അറൗണ്ട് അപ്പോൾ ഇതിന് ചാർജ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത്
കൊളാപ്സ് ആയിട്ട് എവിടെ വന്ന് വീഴും? ഈ ന്യൂക്ലിയസിൽ വന്ന് വീഴും. ബട്ട് ദിസ് ഡസ് നോട്ട് ഹാപ്പൻ. ഇത് സംഭവിക്കുന്നില്ല. ദെയർഫോർ റുദർഫോർഡ് ആറ്റം മോഡൽ ഫെയിൽഡ് ടു എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ആൻ ആറ്റം. അതുകൊണ്ട് തന്നെ റുദർഫോർഡ് ഈ ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ ഫെയിലായി. അതായത് ഈ നെഗറ്റീവിലെ അപ്പോൾ ഇങ്ങനെ റിവോൾവ്സ് ആവും. അപ്പോൾ ഈ സർക്കുലർ മോഷനിലാണ് ഈ എന്ത് കറങ്ങുന്നത്? ഈ ഇലക്ട്രോൺ കറങ്ങുന്നത്. ഈ ഇലക്ട്രോൺ ഇങ്ങനെ സർക്കുലർ മോഷൻ നമ്മൾ അതുപോലെ തന്നെ 8th പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ സർക്കുലർ മോഷനിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് എന്ത് സംഭവിക്കും? അതിൻ്റെ വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കും. നമ്മൾ നേർപാതയിൽ പോകുമ്പോഴാണ് അതിൻ്റെ വെലോസിറ്റി സെയിം രീതിയിൽ പോകുന്നത്. അപ്പോൾ ഈ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയോ മറിയോ ചെയ്യുമെങ്കിൽ അതിൻ്റെ വെലോസിറ്റിക്ക് മാറ്റം സംഭവിക്കും. അപ്പോൾ ഇലക്ട്രോണ് ഇങ്ങനെ സർക്കുലർ പാത്തിൽ കറങ്ങുമ്പോൾ അതിന് എന്ത് മാറ്റം വരും? അതിൻ്റെ വെലോസിറ്റിക്ക് മാറ്റം വരും. വെലോസിറ്റിക്ക് മാറ്റം വരുമ്പോൾ എന്ത് സംഭവിക്കും? അതിന് ഡയറക്ഷന് മാറ്റം വരും. അതുകൊണ്ടാണല്ലോ അത് റൗണ്ടിൽ ചുറ്റുന്ന ഡയറക്ഷനിൽ മാറ്റം വരുന്നത് കൊണ്ട്. വെലോസിറ്റി ചേഞ്ച് വന്നാൽ അതിന് ആക്സിലറേഷൻ സംഭവിക്കും. നമുക്കറിയാം അതിന് ആക്സിലറേഷൻ സംഭവിക്കുമെന്ന്. അപ്പോൾ ഈ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളാണ്. അപ്പോൾ ആ ചാർജ്ഡ് പാർട്ടിക്കിളിന് എന്ത് സംഭവിക്കും? അതിന് ആക്സിലറേഷൻ കിട്ടുകയാണെങ്കിൽ അതിനെന്ത് സംഭവിക്കും? അതിൻ്റെ എനർജി ലോസ് ആവും. ആ ലോസ് ആവുമ്പം വന്ന് എവിടെ വീഴും? അത് കൊളാപ്സ് ആയിട്ട് ഈ ന്യൂക്ലിയസിൽ വീഴും. പക്ഷേ ഈ ഒരു റുദർഫോർഡിൻ്റെ എക്സ്പ്ലനേഷനിലുള്ള ആ ഒരു ആറ്റത്തിന് ഇത് സംഭവിക്കുന്നില്ലെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. അതുകൊണ്ട് തന്നെ റുദർഫോർഡിൻ്റെ ആറ്റം മോഡൽ ഫെയിലായി ടു എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. ഒരു ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ അത് ഫെയിലായി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.